ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അതിനൊരു പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ ഒരു ആഴ്ചയിൽ ആദ്യമായിട്ട് അത്ര പോസിറ്റീവായിട്ടുള്ള വാർത്തകളല്ല നമ്മൾ കേൾക്കുന്നത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വീണ്ടും അടിച്ചെന്ന് ഇറാൻ പറയുന്നു. ട്രംപ് വീണ്ടും ഇറാനെ ത്രട്ടൺ ചെയ്യുന്നു എന്നുള്ള ന്യൂസുകൾ വരുന്നു. ലെബനാനിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ട് പിൻവാങ്ങുന്നില്ല എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ 60 ദിവസത്തെ ചർച്ചകൾ അത് ശുഭകരമായി അല്ല അതിൻ്റെ തുടക്കം ഉള്ളത്. അത്ര ഈസി ആയിട്ട് ഒരു യുദ്ധം തീരുമെന്നുള്ള ആ ഒരു ചിന്തക്ക് അതിന് വിരുദ്ധമായ രീതിയിലുള്ളൊക്കെ പ്രസ്താവനകളാണ് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നത് എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയിൽ കുറച്ച് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ LPGയുടെ പ്രൈസ് ഒന്ന് സ്പൈക്ക് ചെയ്തു. റസലഫാൻ ഖത്തറിലുള്ള ലോകത്തിലെ 20% LPG സപ്ലൈ ചെയ്യുന്ന റസലഫാനിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് ആക്രമണമൊന്നുമല്ല, അവിടുത്തെ പ്ലാനിലുണ്ടായിട്ടുള്ള ടെക്നിക്കൽ ഫെയിലിയർ കാരണം ഉണ്ടായിട്ടുള്ളൊരു സ്ഫോടനമാണ്, അല്ലാതെ ഇറാൻ്റെ ആക്രമണമല്ല. അപ്പോൾ എനിവേ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു മേജർ ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ LPGയുടെ സപ്ലൈ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. കൂടാതെ ഈ ഒരു ആഴ്ചയിൽ പ്രധാന ഈവൻറ്റുകളെല്ലാം തന്നെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുവരാം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു, എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, എന്നാൽ നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ്. നാച്ചുറൽ ഗ്യാസ് കാണാം 2% സ്പൈക്ക് ചെയ്തു. ബ്രന്റ് ഓയിലും 80 ആയി. ബിറ്റ്കോയിൻ 63,000 നിലനിൽക്കുന്നു. സിൽവറും ഗോൾഡും ചെറിയ തോതിൽ മുന്നേറി. ഗോൾഡ് ആക്ച്വലി ഇടിഞ്ഞ് 4,196 ആയി. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഒരു 10% ഒരു ഫോൾ കാണാം ഏറ്റവും ടോപ്പിൽ. കൂടാതെ തന്നെ ഈ ഒരു ആഴ്ചയിൽ ഹോർമൂസ് വിഷയം വീണ്ടും വരുന്നു. ഇറാൻ അത് ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത മുന്നറിയിപ്പാണ് ഉള്ളത്. ഈ ഹോർമൂസ് തുറക്കാത്ത പക്ഷം ശക്തമായിട്ടുള്ള സൈനിക നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കൂടാതെ തന്നെ ലെബനാനിൽ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു ആഴ്ചയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് ഈവൻറ്റുകൾ ഉണ്ട്. US-ൻ്റെയും ഇന്ത്യയുടെയും എല്ലാം തന്നെ പ്രധാന ഈവൻറ്റുകളെല്ലാം തന്നെ ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യമുള്ളത് US-ലെ മാനുഫാക്ചറിങ് PMI സർവീസ് PMI നാളെ വരും. കൂടാതെ തന്നെ US-ലെ GDP ഡേറ്റ 25-ാം തീയതി വരും. US-ൽ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ 25-ാം തീയതി വരും. US-ൽ നിന്ന് PCE ഇൻഫ്ലേഷൻ ഡേറ്റ 25-ാം തീയതി വരും. കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ 26-ാം തീയതി വരും. ഇതിനെ സംബന്ധിച്ച് ഈ ഒരാഴ്ചയിൽ അങ്ങനെ വലിയ ഒരു പേരെടുത്ത് പറയാനായിട്ടുള്ള ഈവൻറ്റിലുപരി നമുക്ക് മൺസൂൺ അപ്ഡേറ്റുകൾ വരും. FISൻ്റെ DISൻ്റെ ആക്ടിവിറ്റീസാണ് ഈ ആഴ്ച ഉള്ളത്. കൂടാതെ വേൾഡ് എക്കണോമിക് ഫോറം ഉണ്ട്, ചൈനയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരാഴ്ചയിലുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റുകളായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാം. ബിറ്റ്കോയിൻ നമ്മൾ കണ്ടിരുന്നു. ബിറ്റ്കോയിൻ ഒരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അപ്പോൾ ബിറ്റ്കോയിനിൽ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കാം. ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ക്രിപ്റ്റോയിൽ. അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഫില്ല് ചെയ്തതിന് ശേഷം അറിയിക്കുക. നമുക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ട് ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കാം. ഇനി നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ റിലയൻസ്, അതെ, ജിയോയുടെ IPO പേപ്പർ സബ്മിറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. ഭാരത് ഫോർജിന് 425 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. കിർലോസ്കർ ഓയിൽ കമ്പനി അവർക്ക് ഒരു 192 മെഗാവാട്ടിൻ്റെ പവർ ഓർഡർ ലഭിച്ചു. RVNL അവർക്കൊരു പുതിയ ബൾക്ക് സ്റ്റോക്ക് പൈൽ യാർഡിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കമ്പനിക്ക് ലഭിച്ചു. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൽ 10 മില്യൺ ടണ്ണിൻ്റെ ആ ഒരു ഓർഡർ ലഭിച്ചു. കൂടാതെ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ കമ്പനിക്ക് ഗവൺമെൻറ് ഒരു നവരത്ന അവാർഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ US-ൽ ഉള്ള ബാറ്ററി പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഉയർത്തുകയാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിക്കും നവരത്ന സ്റ്റാറ്റസ് അവാർഡ് ലഭിച്ചു. ഗുഡ് ലക്ക് ഇന്ത്യ കമ്പനി ഡിഫൻസ് എയറോസ്പേസ്
ഓർഡർ ലഭിച്ച് 255 കോടി രൂപയുടെ. മഹീന്ദ്ര ലൈഫ് സയൻസ് കമ്പനി ഇവർ 5600 കോടി രൂപ വാർത്ത വരുന്ന ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ബോംബെയിൽ ചെയ്യാനായിട്ട് ധാരണയായി. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി പഞ്ചാബ് നാഷണൽ ബാങ്കായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഡിഗ്വി ട്രാൻസ്ഫോർമേഷൻ സിസ്റ്റം കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചു. സൺഫാർമ അവർ പുതിയ ഒരു മെഡിസിൻ കമ്പനീനെ 270 കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു. പവർമെക്ക് കമ്പനിക്ക് 100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. വൈകിട്ട് പുതിയ ന്യൂസുകളായിട്ടൊക്കെ എത്താം. താങ്ക് യു ആൾ.